വാൻസ് ഹാവനർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു പ്രസംഗകൻ അമേരിക്കയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയോടുകൂടെ ഞാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ദൈവം മതിയാകും എന്ന കാര്യം നമുക്ക് ബോധ്യമാകുന്നത്. When we have only God to help, then only we come to understand that God is enough. അത് വളരെ ആശ്വാസകരമായ ഒരു പ്രസ്താവനയാണ്. കഴിഞ്ഞ 39 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളിവിടെ ദൈവവേലയ്ക്കായിട്ട് വരുമ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവം മതിയാകും എന്ന കാര്യം തൻ്റെ വിശ്വസ്തതയിലൂടെ ദൈവം തെളിയിച്ചു. ദൈവം അനേകം ദൈവമക്കളെ കൂട്ടായ്മയ്ക്കും സഹകരണത്തിനും ഒക്കെ ആയിട്ട് തന്നു. അങ്ങനെ കഴിഞ്ഞ 38 വർഷം ദൈവം പുലർത്തിയ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിലുള്ള വേറെ ഒരു സന്തോഷം, ഞാൻ സത്യമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഭയം കൂടാതെ പറയുവാനുള്ളൊരു വേദിയായി ഈ സഭ എന്നെ ആ നിലയിൽ അനുവദിച്ചു എന്നതിലും ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. തുറന്നുള്ള ദിവസങ്ങളിലും എത്ര കാലമുണ്ട് എന്ന് നമുക്കറിയില്ല, എങ്കിലും തുറന്നുള്ള ദിവസങ്ങളിൽ ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സഭയും പെർഫെക്റ്റ് അല്ല കേട്ടോ. ഒരു സഭയും എല്ലാ നിലകളിലും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട സഭകളല്ല. എല്ലാവർക്കും അതിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മൾ പരാധീനതകളെ പറയാൻ മടിക്കണ്ട. അത് പറയുകയും നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിന് ഒരു പരിഹാരം നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തന്നെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ മെച്ചപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നമ്മുടെ സഭയുടെ ബലഹീനത എന്താണ്, അനുഗ്രഹം എന്താണ് എന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ബലഹീനത എന്താണ് എന്ന് നോക്കണം. എന്നിട്ട് അതിന് നിങ്ങൾക്കെന്തെങ്കിലും മെച്ചമാകാനുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. ഇനിയുമുള്ള കാലം നമ്മളുടെ സഭ ഇതിനേക്കാളും മെച്ചമായ രീതിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് നമ്മളെ സഹായിക്കും. ആ നിലയിൽ നിങ്ങളെല്ലാവരും അതിൽ ദൈവാത്മാവിനാൽ സഹകരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ അതിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുടെ പ്രത്യേകത ദൈവവചനത്തിൻ്റെ ഒരു വിശദീകരണം, ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് കണ്ടുപിടിക്കുവാനും അത് എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കാനുമുള്ളൊരു ശ്രമമാണ് ഞാൻ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും ഇതിനേക്കാളും റെലവൻ്റായിട്ടുള്ള വേറെ സന്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ പുല്ല് ഉണങ്ങുന്നു, പൂ വാടിപ്പോകുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ദൈവം തന്നെ നമ്മളോട് പറഞ്ഞ ദൈവത്തിൻ്റെ സന്ദേശമാണ്. അത് കേട്ട് മനസ്സിലാക്കി അനുസരിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കണം എന്നതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് we give a Bible exposition. We want to explain the Bible to you. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് എല്ലാ കാലത്തും നമുക്ക് ബാധകമാണ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വേദഭാഗത്തേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ അങ്ങനെ പ്രസംഗിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു വേദഭാഗമല്ല. അത് അതിൻ്റെ സാഹിത്യ രീതി അനുസരിച്ചും അതിലെ വിശദീകരണങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുമ്പോഴും മനസ്സിലാക്കാനായിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അതിൽ 2-ാമത്തെ അധ്യായം വിശേഷാൽ ബുദ്ധിമുട്ടുള്ള ഒരു അധ്യായമാണ്.
ചില സമൂഹത്തിലുള്ള ആളുകൾക്ക് ഈ അധ്യായം വളരെ പ്രിയപ്പെട്ട ഒരു അധ്യായമാണ്. എന്നാൽ അവരതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയായ നിലയിലല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്ക് അതിനെക്കുറിച്ച് ഉള്ളത്. ശരി, നമുക്ക് രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരാം. ഇത് ദീർഘമായ ഒരു വേദഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത, ഇത് ആദ്യത്തെ ക്രിസ്തീയ പ്രസംഗമാണ്. ഒരു ക്രിസ്തീയ സമൂഹത്തോട് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയാൻ കഴിയുന്ന പ്രസംഗമാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അപ്പോസ്തലനായ പത്രോസ് നടത്തിയ പ്രസംഗമാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ മെസ്സേജ്. ദൈവസഭയുടെ ആരംഭവും ദൈവസഭയുടെ ആ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പത്രോസ് നടത്തുന്ന ഈ പ്രഭാഷണം ആദ്യത്തെ ക്രിസ്തീയ പ്രസംഗം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അതിനൊരു പശ്ചാത്തലമാണ് 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ വായിക്കുകയുള്ളൂ. ബാക്കി ഭാഗം ഞാൻ പിന്നീട് പറയാം. കാരണം പത്രോസിൻ്റെ പ്രസംഗം അത്രയും ഗംഭീരമായ പ്രസംഗമാണ്. പത്രോസിൻ്റെ പ്രസംഗത്തെ വിശദീകരിക്കുക എന്ന് പറയുന്ന പ്രസംഗം തന്നെ കൂടിയ പ്രസംഗമാണ്. അപ്പോൾ ആ നിലയിൽ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ വായിക്കുന്നു. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാവരും ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പദ്ദരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്തോമിയിലും യഹൂദയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയിലും ഫ്രുഗ്യയിലും പമ്പുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരം, പകൽ 9-ാം മണി, 9 o'clock in the morning ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തതായിരുന്നു, ഏറെ നാൾ കഴിയും മുൻപേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെങ്ങനെ കാത്തിരിക്കുന്നു? അവരുടെ കൂട്ടത്തിൽ 11 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 12-ാമത്തെ ആൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ദുഷ്ടനായിട്ട് തീർന്നു. അപ്പോൾ അവൻ്റെ സ്ഥാനത്തേക്ക് ഒരാളിനെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ആണ് ഈ സംഭവം നടക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരാനായിട്ട് ദൈവം തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വരുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മധ്യത്തിലേക്ക് വന്നു. അപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ സംഭവിച്ചതിൽ ഏറ്റവും ആശ്ചര്യകരമായിട്ട് മനുഷ്യർക്ക് തോന്നിയ കാര്യം, ഈ കൂടിയിരുന്ന ആളുകൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന കാര്യമാണ്. അന്യഭാഷകളിൽ അവർ സംസാരിച്ചു. അന്യഭാഷകൾ സംസാരിച്ചത് എത്ര പേരാണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും സാധ്യത എന്ന് പറയുന്നത് കൂടിയിരുന്ന 120 പേരും അന്യഭാഷകൾ സംസാരിച്ചു എന്ന് ചിന്തിക്കുന്നതാണ്. എന്നാൽ ചിലർ പറയും അപ്പസ്തലന്മാർ മാത്രമേ അന്യഭാഷകൾ സംസാരിച്ചുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് 19-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തലനായ പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ അന്യഭാഷ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അവർ 12 പേരായിരുന്നു എന്ന കാര്യം ഒരു പ്രത്യേക പ്രാധാന്യത്തോടുകൂടെ അവിടെ ലൂക്കോസ് പറയുന്നുണ്ട്. അവിടെ 12 പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് സാധ്യമാണ്, എന്നാൽ അങ്ങനെയാണ് എന്ന് ഞാനങ്ങ് വാദിക്കുന്നില്ല. അവിടെ സംഭവിച്ചത് ഇവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അന്യഭാഷ എന്നത് ഇന്ന് വർത്തമാനകാലത്ത് ക്രിസ്തീയ സമൂഹങ്ങളിൽ വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അന്യഭാഷ പറയുക എന്ന് പറയുന്നത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് പറയുന്ന അന്യഭാഷ യഥാർത്ഥത്തിൽ ബൈബിളിൽ പറയുന്ന അന്യഭാഷ തന്നെയാണോ എന്നത് വളരെ വളരെ സാധുവായിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ അന്യഭാഷകൾ പറയുന്നു എന്ന ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അത് ബൈബിളിൽ പറയുന്നതായ നിലയിലുള്ള അന്യഭാഷകൾ തന്നെയാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം ഈ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്ത് നാളിൽ അവർ പറഞ്ഞ അന്യഭാഷ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷ ആയിരുന്നു. പെന്തക്കോസ്ത് നാളിൽ അവർ പറഞ്ഞ അന്യഭാഷ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷ ആയിരുന്നു. അവർ പറഞ്ഞ കാര്യം, ഇവർക്ക് ആശ്ചര്യം വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തൻ ജനിച്ച ഭാഷയിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ എന്നാണ് അവർ ചോദിച്ചത്. ഞങ്ങൾ ജനിച്ച ഭാഷയിൽ ഞങ്ങൾ സംസാരിച്ചു വന്ന ഞങ്ങളുടെ മാതൃഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഇവർ സംസാരിക്കാനായിട്ട് ഭാഷ പഠിച്ചാൽ സംസാരിക്കാൻ കേട്ടോ. എന്നാൽ ആശ്ചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ? ഗലീലക്കാരായിരിക്കുന്ന ഈ മനുഷ്യർ ഞങ്ങളുടെ മാതൃഭാഷയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഇവിടുത്തെ ആശ്ചര്യകരമായിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് പറയാം, ഈ പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ അവരോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ അന്യഭാഷ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷ ആയിരുന്നു. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. അന്യഭാഷയുടെ അത്ഭുതം എന്നത് നമ്മൾ പഠിക്കാത്ത ഒരു ഭാഷയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അന്യഭാഷയുടെ അത്ഭുതം, the wonder and the miracle of speaking in tongues is that you can speak in a language which you haven't learned. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തൊരു ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അന്യഭാഷയുടെ അത്ഭുതം എന്ന് പറയുന്നതാണ്. അപ്പം അന്യഭാഷയുടെ ഉദ്ദേശ്യം, അല്ലെ അന്യഭാഷ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ മനുഷ്യർക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ശബ്ദങ്ങൾ ഉച്ചരിച്ചിട്ട് അത് അന്യഭാഷയാണ് എന്ന് അവകാശപ്പെട്ടാൽ ബൈബിൾ അനുസരിച്ച് ശരിയല്ല എന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സഹോദരന്മാർ, ഇവിടെ തന്നെയുള്ള സഹോദരന്മാരിൽ ചിലത് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാൽ അങ്ങനെ അല്ലല്ലോ അച്ചായ. 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിൽ അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ല താനും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഭാഷ ആർക്കും മനസ്സിലാകാത്ത ഭാഷയാണല്ലോ എന്ന് പറയും. അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഇവരെ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ പറഞ്ഞ സമയത്ത് ഇവിടെ 15 ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഉണ്ട്. അവിടെ ഞാൻ വായിച്ച വേദഭാഗത്ത് പറഞ്ഞ പല തരത്തിലുള്ളതായിരിക്കുന്ന ഗ്രൂപ്പുകളെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പലതരത്തിലുള്ള ആളുകളുണ്ട്. എങ്ങനെയാണ് അത്രയും ആളുകൾ വരാൻ കാര്യം? ഇത് പെന്തക്കോസ്ത് പെരുന്നാൾ ആണ്. പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ പ്രത്യേകത, യഹൂദന്മാർക്ക് 3 പ്രധാന പെരുന്നാളുകളുണ്ട്. ആരോഗ്യമുള്ള എല്ലാ യഹൂദന്മാരും ഈ 3 പെരുന്നാളുകൾക്ക് യെരുശലേമിൽ വരണമെന്നുള്ള നിബന്ധനയുണ്ട്. അപ്പോൾ അതിൽ 3-ാമത്തെ പ്രാധാന്യമേറിയ പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അതുകൊണ്ട് ഭൂമിയുടെ അറ്റത്തു നിന്ന് വരെ യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ ഈ പെരുന്നാളിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇവർ ഡൈവേഴ്സ് ലാംഗ്വേജ് സ്പീക്കിംഗ് ഗ്രൂപ്പ്സ്, പലതരത്തിലുള്ളതായിരിക്കുന്ന ഭാഷ പറയുന്ന ആളുകളെല്ലാം കൂടെയാണ് ഇപ്പോൾ
യെരുശലേമിലിരിക്കുന്നത് 15 ഗ്രൂപ്പുകളെക്കുറിച്ച് ഞാൻ എണ്ണി കേട്ടോ. 15 ഗ്രൂപ്പുണ്ട് ഇവിടെ. അവിടെ ഒരു 15 ഭാഷ പറയുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് ഇവർ അന്യഭാഷ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറുമുള്ള ഭാഷയൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകും. അത്രയും വ്യത്യസ്തമായിരിക്കുന്ന ഭാഷ സംസാരിക്കുന്ന ആളുകളവിടെ ഉണ്ട്. എന്നാൽ 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിലെ സ്ഥിതി അതല്ല. 1 കൊരിന്ത്യർ 14-ാമത്തെ സ്ഥിതി എന്ന് പറയുന്നത് കൊരിന്ത്യ സഭയാണ്. കൊരിന്ത്യ സഭയിൽ 1-2 ഭാഷ അറിയാവുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഷ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അന്യഭാഷ സംസാരിക്കുന്നയാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയാനുള്ള കാരണം അന്യഭാഷ അല്ലാത്തത് കൊണ്ടല്ല, അന്യഭാഷ കേട്ടാൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്ത ഭാഷക്കാർ കൊരിന്ത്യ സഭയിലില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ അന്യഭാഷ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അന്യഭാഷയാകും എന്നുള്ള നിലയിലാണ് കൊരിന്ത്യയിലുള്ള ആളുകൾ പറഞ്ഞത് എന്നല്ല. കൊരിന്ത്യ 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാകും. വ്യാഖ്യാനിക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രസ്താവനയുണ്ട്. അന്യഭാഷ സംസാരിക്കുന്ന അവസരം മറ്റൊരുവന് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാഖ്യാനം എന്ന് പറയുന്ന വാക്ക് ട്രാൻസ്ലേഷൻ എന്നാണ്. വ്യാഖ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നാണ്. ഭാഷ അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? അന്യഭാഷ എന്ന് പറയുന്നത് അന്യഭാഷ തന്നെയാണ്, വേറെ ഒരു ഭാഷയാണ്. ആ ഭാഷ മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലാവും. വളരെ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് അല്ല എങ്കിൽ ആ ഭാഷ അറിയാൻ വയ്യാത്ത ആളുകൾക്ക് അത് മനസ്സിലാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു നിബന്ധനയും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് അന്യഭാഷയാണ്, വേറൊരു ഭാഷയാണ്. അപ്പോൾ അങ്ങനെ വേറൊരു ഭാഷയല്ല എങ്കിൽ നിങ്ങൾ പറയുന്ന ബൈബിൾ പറയുന്നതായിരിക്കുന്ന അന്യഭാഷയാണ് എന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കുകയില്ല. അന്യഭാഷ പറയുന്ന പല ആളുകൾ, അമേരിക്കൻ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ, അദ്ദേഹം ആധുനിക അന്യഭാഷകൾ അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേറ്റർ ആയതുകൊണ്ട് ഒരുപാട് ഭാഷ അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, പല സമൂഹങ്ങളിൽ നിന്ന് അന്യഭാഷ റെക്കോർഡ് ചെയ്ത് അത് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അതൊന്നും ഭാഷയല്ല എന്ന് പറഞ്ഞു. നൺ ഓഫ് ഇറ്റ് ഈസ് ലാംഗ്വേജ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഗിബറിഷ്. മനുഷ്യർക്ക് വായി തോന്നുന്നതായിരിക്കുന്ന അർത്ഥമില്ലാത്ത വാക്കുകൾ പറയുന്നതാണ്, അത് ഭാഷയല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. മലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരും അന്യഭാഷ പറയും. പിന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ള മുസ്ലിം സ്നേഹിതന്മാർ അന്യഭാഷ പറയാറുണ്ട്. അതൊക്കെ എന്ന് പറയുന്ന ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുന്നതായിരിക്കുന്ന ഒരു നിലയാണ്. എന്നാൽ എത്ര എക്സൈറ്റഡ് ആയാലും വേറൊരു ഭാഷ പറയാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വന്നു, അപ്പോൾ ഇന്ന് റഷ്യൻ ഭാഷയും പറയുക, അങ്ങനെ നടക്കില്ല, അത് പറയാൻ പറ്റില്ല. റഷ്യൻ ഭാഷ പറയണമെങ്കിൽ ഒന്നുകിൽ റഷ്യൻ ഭാഷ പഠിക്കണം, അല്ലെങ്കിൽ അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് പറയാനുള്ള കഴിവ് നമുക്ക് തരണം. അതാണ് അന്യഭാഷയുടെ അത്ഭുതം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അന്യഭാഷയെക്കുറിച്ച് ആശ്ചര്യമായി പറയാൻ കഴിയുന്ന കാര്യം, അത് മനുഷ്യർ പഠിക്കാത്തൊരു ഭാഷയിൽ മനുഷ്യർക്ക് സംസാരിക്കാനുള്ളതായിരിക്കുന്ന കഴിവാണ് എന്നതാണ്. രണ്ടാമത് ഞാൻ അന്യഭാഷയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അപ്പോൾ അന്യഭാഷയുടെ പിന്നെ അവസാനം ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് ഞാനൊരു പ്രസ്താവന പറയാം. രണ്ടാമത് പറയാനുള്ള കാരണം, ഈ അന്യഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ജനിച്ച ഭാഷയിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ കേട്ട ആളുകൾക്ക് ഇവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിന്ന്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് ഇവർ പറയുന്നത്. വൻകാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവും കർത്താവായ യേശു ലോകത്തിൽ ചെയ്ത കാര്യവും കർത്താവിൻ്റെ മരണവും ഇതൊക്കെ ആയിരിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ദിസ് വാസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് വേണ്ടിയാണ് ഈ അന്യഭാഷ ഉപയോഗിച്ചത് എന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ അന്യഭാഷ മറ്റു ഭാഷയായിരുന്നു എന്ന് മാത്രമല്ല, അന്യഭാഷ സംസാരിച്ച രീതി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ 120 പേര് കൂടി അന്യഭാഷ പറയുകയാണ്. അവരെല്ലാം കൂടെ ഇരുന്നിട്ട് ഒരു 10-15 ഭാഷയിലങ്ങ് സംസാരിക്കുക. ആർക്കെങ്കിലും മനസ്സിലാവുമോ? പല ഭാഷ എന്നുള്ള കാര്യം ശരിയാണ്, അതൊരു ബഹളമല്ലേ? അപ്പം ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ആ സന്ദർഭം നമ്മൾ വെച്ച് നോക്കുമ്പോൾ
അവർ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുകയായിരുന്നില്ല. അല്ലെങ്കിൽ ഈ 120 പേര് 3000 4000 ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അവരുടെ മധ്യത്തിൽ അങ്ങനെ പല ഇടങ്ങളിലായിട്ട് അവർ നിന്ന് അവർക്ക് മനസ്സിലാകുന്നതായിരിക്കുന്ന ഭാഷയിൽ സംസാരിക്കാനായിട്ട് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന കഴിവ് ലഭിച്ചു എന്ന് വേണം നമ്മൾ വിചാരിക്കണം. എല്ലാം അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കൈയടിച്ച് എല്ലാവരും കൂടെ ഒരുത്തൻ ഇത് പറയുന്നു, മറ്റൊരുത്തൻ വേറെ ഒന്ന് പറയുന്നു, മൂന്നാമത്തെ ഒരാൾ വേറെ പറയുന്നു, ആര് പറഞ്ഞത് എന്തുവാന്ന് ആർക്കും മനസ്സിലാകുകയില്ല എന്നൊരു നിലയിലല്ല അവർ അന്യഭാഷ പറഞ്ഞത്. ഈ പറഞ്ഞത് ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളാണ് എന്നത് കേട്ട ആളുകൾക്ക് ബോധ്യപ്പെട്ടു, അവർക്കത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അന്യഭാഷയായിരുന്നു എന്ന് മാത്രമല്ല, ആ അന്യഭാഷ ആശയവിനിമയത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ആ നിലയിലാണ് അവരത് പറഞ്ഞത്. ദ വേ ദേ സ്പോക്ക് വാസ് ദാറ്റ് ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ആശയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നിലയിലാണ് അവരത് പറഞ്ഞത് എന്നുള്ളതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ പറഞ്ഞതുപോലെ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. അതുകൊണ്ട് അവർ പറഞ്ഞതിനകത്തൊരു ക്രമം ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി അങ്ങനെ ബഹളം ഉണ്ടാക്കി ആളുകൾ പറഞ്ഞതൊന്നും മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു കാര്യമായിരുന്നില്ല. അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷ സംസാരിച്ചതിനൊരു ക്രമമുണ്ടായിരുന്നു. കേട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ഒരാൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വേറെ ആൾ സംസാരിച്ചത്, നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നതിൽ നിന്ന് ദൂരെ നിന്നായിരിക്കും വേറൊരാൾ സംസാരിച്ചത്. അവരെ കേൾക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, ഇവരെ കേൾക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. 30,000 4000 5000 ആളുകൾ ഉള്ളപ്പോൾ 120 പേര് സംസാരിച്ചാൽ പല ഗ്രൂപ്പുകളോട് സംസാരിക്കാമല്ലോ. ഏതായാലും ശരി, അന്യഭാഷ സംസാരിച്ച ആളുകൾ അവർ കേട്ട ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതിനൊരു ക്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അന്യഭാഷ പറഞ്ഞതിൻ്റെ പ്രയോജനം അന്യഭാഷ പറഞ്ഞവർക്കല്ല, അന്യഭാഷ കേട്ടവർക്കാണ്. അന്യഭാഷ പറഞ്ഞതിൻ്റെ പ്രയോജനം അന്യഭാഷ പറഞ്ഞ ആളുകൾക്കല്ല, അന്യഭാഷ കേട്ട ആളുകൾക്കാണ്. ഇന്ന് അന്യഭാഷ പറയണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തുവാ? എന്തിനാണ് അന്യഭാഷ പറയുന്നത്? വൈ യു വാണ്ട് ടു സ്പീക്ക് ഇൻ ടങ്സ്? അന്യഭാഷ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത്. പറയുന്ന സന്തോഷം കൊണ്ടിട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പെന്തക്കോസ്ത് നാളിലെ അന്യഭാഷയുടെ ഉദ്ദേശ്യം ഈ പറഞ്ഞ ആളുകൾക്ക് സന്തോഷം കിട്ടണമെന്നുള്ളതായിരുന്നില്ല. പിന്നെയോ കേട്ട ആളുകൾക്ക് ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനുള്ള അവസരമുണ്ടാകണം എന്നതായിരുന്നു ഈ അന്യഭാഷയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. They spoke so that the people who heard, they understood what they were speaking. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ആളുകൾ കേട്ടു. കേട്ട ആളുകൾക്ക് ഭയങ്കര ആശ്ചര്യമായി. അവർ പറഞ്ഞു, ഇത് എന്തോ കാര്യമോ, ഇതേതോ പ്രത്യേകമായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ഇതിൻ്റെ അർത്ഥമെന്താണ് എന്ന്, അല്ലെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന നിലയിൽ ആത്മീയ വർധനയുണ്ടായി. അല്ലെങ്കിൽ ആ നിലയിലുള്ളൊരു ആശയവിനിമയം നടന്നു എന്ന് പറയാൻ പറ്റും. പെന്തക്കോസ്ത് സമൂഹങ്ങളിലൊക്കെയുള്ള സഹോദരങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, അന്യഭാഷയുടെ ഉദ്ദേശ്യം എന്താണ്? അന്യഭാഷയുടെ ഉദ്ദേശ്യം എന്താ? തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അതാണ് പെന്തക്കോസ്ത് സഹോദരന്മാരുടെ ഒരു വലിയ വാക്യമാണ്. അന്യഭാഷ പറയുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാത്തത് കൊണ്ട് പറ്റിയൊരു പ്രശ്നം അത് കേട്ടോ. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ ഒരു പ്രധാന വിഷയം എന്താണെന്നറിയോ? എന്തുകൊണ്ട് അന്യഭാഷയെക്കാളും അധികം പ്രവചനം നമ്മൾ ആഗ്രഹിക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചാപ്റ്റർ 14. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് അന്യഭാഷയെക്കാളും അധികം പ്രവചനവരത്തെ നമ്മൾ ആഗ്രഹിക്കണം. അതിൻ്റെ കാരണം പറയുകയാണ് ആദ്യത്തെ വാക്യങ്ങളിൽ. അപ്പോൾ പറഞ്ഞു, അന്യഭാഷയെക്കാളും അധികം പ്രവചനം ആഗ്രഹിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, എന്നാൽ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ പറയുന്ന കാര്യം മറ്റാർക്കും മനസ്സിലാകുകയില്ല. അത് പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായെങ്കിൽ, ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർക്ക് മാത്രമേ പ്രയോജനം ഉണ്ടായി, അല്ല അവർക്ക് മനസ്സിലാകുകയില്ലെങ്കിൽ ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ടുള്ള ഗുണമാർക്കാ? ഈ പറഞ്ഞ ആളിനേ ഉള്ളൂ. പറഞ്ഞ ആളിന് വേണ്ടി വരെ ദൈവത്തിനുമുണ്ട്. കാരണം ദൈവത്തിന് മനസ്സിലാവുമല്ലോ.
ഈ പറഞ്ഞയാൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടിയെങ്കിൽ അത് ഈ പറഞ്ഞയാളിനെ കിട്ടുന്നുള്ളൂ, മറ്റാർക്കും ഗുണമില്ല. അല്ലെങ്കിൽ പറയാം, അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു എന്ന പ്രസ്താവന അന്യഭാഷയുടെ പ്രയോജനമല്ല, അന്യഭാഷയുടെ പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. അന്യഭാഷ എന്തുകൊണ്ട് പ്രവചനത്തെക്കാളും ബലഹീനമായിരിക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, എന്നാൽ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷ സംസാരിക്കുന്നവന് മനുഷ്യരോട് സംസാരിക്കുന്നു, പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു, അന്യഭാഷ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് സംസാരിക്കാനുള്ള മാർഗ്ഗമാണ് അന്യഭാഷ എന്ന് അതിൽ നിന്ന് ചിലർ പറയും. എന്നാലത് പൗലോസ് പറയുന്ന ആശയം മനസ്സിലാക്കാത്തത് കൊണ്ട് പറയുന്നതാണ്. മനുഷ്യരോട് സംസാരിക്കുക, ഇപ്പം ഞാൻ പറയണേ, ഇപ്പം ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രസംഗം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നത് വലിയ കൂടിയ കാര്യമാണ്. ദൈവത്തോട് സംസാരിക്കുന്ന കൂടിയ കാര്യമാണെന്നുള്ളതിൻ്റെ ഒരു തർക്കവുമില്ല. എന്നാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കൂടിയിരുന്ന് പ്രസംഗം കേൾക്കാൻ വന്നപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു, എന്താ വെച്ചാൽ ഇങ്ങനെ ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവത്തിന് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞ് നിങ്ങളെന്താ പറയും? ദൈവത്തിന് മനസ്സിലാവുക പിന്നെ പ്രസംഗിക്കാൻ ഇങ്ങോട്ട് വേണ്ടല്ലോ, വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പോൾ അതാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ അന്യഭാഷയുടെ ഉദ്ദേശ്യമെന്ന് പറയുന്നത് സ്വയമുള്ള ആത്മീക വർധന അല്ല കേട്ടോ. പിന്നെയോ അത് ആശയം മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്ത് ആത്മീക വർധന വരുത്താനുള്ള മുഖാന്തരം തന്നെയാണ്. അതിൻ്റെ ഉദ്ദേശ്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആത്മീക വർധനയാണ്. അതേക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റുകയില്ല. ഈ ആത്മവരങ്ങളുടെ ഉദ്ദേശ്യത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ അതിനൊരു പ്രധാന കാര്യമെന്ന് പറയുന്നതെന്നറിയോ? ആത്മവരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആത്മവരങ്ങളുടെ ലക്ഷ്യം പൊതുപ്രയോജനമാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ആശയവും ഒക്കെ ഈ സ്വയത്തിന് വേണ്ടിയുള്ള പരിപാടിയല്ല കേട്ടോ. നമ്മൾ വ്യക്തിപരമായി ആത്മീയ വർധന പ്രാപിക്കണമെന്നുള്ളതും നമ്മൾ ആ നിലയിൽ പുരോഗമിക്കണമെന്നൊക്കെ ഉള്ളതും അത് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മൾ തന്നെയല്ല, മറ്റുള്ളവരാണ്. അപ്പം അങ്ങനെയാണ് കർത്താവ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പറയും, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശ്രദ്ധയെന്ന് പറയുന്നത് വെളിയിലേക്കാണ്, അല്ലാതെ അകത്തോട്ടല്ല. The direction of the purpose of Christian life is not inward, it is actually outward. നമ്മളെ ഈ സമൂഹത്തിൽ എന്തിനാക്കിയിരിക്കുന്നത്? നിങ്ങൾ ഒരു എൻജിനീയറാണ്, നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങളെ ഈ സമൂഹത്തിൽ ദൈവം അങ്ങോട്ട് കൃപ തന്നാക്കിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഈ സമൂഹത്തിലുള്ള ആൾക്കാരെ എല്ലാം പറ്റിച്ച് കാശുണ്ടാക്കി നമ്മൾ വലിയ ആളാകുക എന്നാന്നു. അയ്യോ, അതല്ലല്ലോ. നമ്മളെ ആക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം തന്ന കൃപ ദൈവഹിതപ്രകാരം ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകണം. നമ്മളെ ഏൽപ്പിച്ച ജോലികൾ വിശ്വസ്തയോടെ ചെയ്ത് ഈ സമൂഹത്തെ സേവിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദൈവം നമുക്ക് തന്ന കൃപകളും ദൈവം തന്ന സാധ്യതകളും ദൈവം തന്ന പദവികളും ഒക്കെ മറ്റ് മനുഷ്യർക്ക് ഉപകാരപ്രദമാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്യഭാഷ പറഞ്ഞതുകൊണ്ടുള്ള ഗുണം പെന്തക്കോസ്ത് നാളിൽ പ്രത്യേകിച്ച് അത് പറഞ്ഞ ആളുകൾക്കായിരുന്നില്ല, അത് കേട്ട ആളുകൾക്ക് ആയിരുന്നു. കാരണം അവർ കേട്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയണം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്യഭാഷ അവർക്ക് കൊടുത്തത്. 1-ാമത്തെ വാക്യത്തിന് 1-ാമത്തെ അധ്യായത്തിന് 8-ാം വാക്യം എന്തുവാ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം. അതാണ് സാക്ഷികളാകുന്നതിനുള്ള ശക്തി പകരുക എന്നതാണ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശ്യമായിട്ട് കർത്താവ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, കേട്ട ആളുകൾക്ക് അത് ബോധ്യമായി. കർത്താവായ യേശു ക്രിസ്തുവിനേക്കുള്ള സാക്ഷ്യം പറയുവാൻ ദൈവം ഇത് മുഖാന്തരമായിട്ട് ഉപയോഗിച്ചു എന്നതാണ് ഈ അന്യഭാഷയെക്കുറിച്ച് പെന്തക്കോസ്ത് നാളിലെ അന്യഭാഷയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രമാണമായിട്ട് ഞാൻ പറയാം. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വിശ്വസ്ത സാക്ഷികളായി തീരുന്നതിന് വേണ്ടിയാണ്. ആ സാക്ഷ്യം വഹിക്കുന്ന ആ ദൗത്യത്തിൽ
നമ്മളെ കേൾക്കുന്നവരും നമ്മളെ പരിചയപ്പെടുന്നതുമായിരിക്കുന്ന ആളുകളൊക്കെ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി, അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാനായിട്ടാണ് ദൈവം നമുക്ക് കൃപകളും അനുഗ്രഹങ്ങളും തരുന്നത് എന്ന് ആദ്യ ഭാഗത്ത് നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രസിദ്ധനായ പത്രോസിൻ്റെ പ്രസംഗമാണ്. അപ്പോഴേ ഒരു കാര്യം കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. ഇവർ പറഞ്ഞ ഒരു വിശദീകരണം കൂടെ ഞാൻ രണ്ടാമത്തെ ഇതിലേക്ക് വരാം. അവർ പറഞ്ഞു, ഇത് എന്താകുമെന്ന് ചോദിച്ച് ഇവർ ആശ്ചര്യപ്പെട്ടു കേട്ടോ. എന്താകുമെന്ന് ചോദിച്ച് ആശ്ചര്യപ്പെട്ടു. അപ്പോഴേ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞത് ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഞ്ഞ് കുടിച്ചതിൻ്റെ ഫലമായിട്ട് വന്ന ഒരു പ്രശ്നമാണ് എന്നാണ് ചിലർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് ദൈവത്തെ പരിഹസിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് കേട്ടോ. ദൈവം എന്ത് ചെയ്താലും അതിനെ മനസ്സിലാക്കുവാൻ മനസ്സില്ലാതെ അതിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മലയാളത്തിൽ പറയും, കുടലെടുത്ത് കാണിച്ചാലും വാഴനാര്, ചങ്ക് തുറന്ന് കാണിച്ചാലും റോസാപ്പൂ എന്ന് പറയില്ല, അങ്ങനെ പറയില്ലേ? അങ്ങനെ വേറൊരു പ്രസ്ഥാനമുണ്ട്. ദൈവം എന്ത് ചെയ്താലും സമ്മതിക്കില്ല. ദൈവം ചെയ്യുന്നതിനെ മനസ്സിലാക്കുവാനോ അതെന്താണ് എന്ന് തിരിച്ചറിയുവാനോ മനസ്സില്ലാതെ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് കേട്ടോ. അവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. കാരണം ദൈവത്തിൻ്റെ എതിരായിട്ട് തിരിയാനായിട്ട് അവരങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. ചക്സ് വിൻഡാൾ എന്ന് പറയുന്ന ആൾ പറഞ്ഞൊരു കഥ ഞാൻ വേഗത്തിലങ്ങ് പറയാം. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന്, അവന് മാനസിക രോഗിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മരിച്ച ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ ചിന്ത. അയാൾ മരിച്ചുപോയി എന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴേ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് സൈക്കിയാട്രിസ്റ്റാണോ ഡോക്ടർമാരാണോ എന്ന് എനിക്കറിയത്തില്ല, അവരൊരു പരിശ്രമം നടത്തി. അപ്പോൾ അവർ ഈ മനുഷ്യനെ ഒരു മോർച്ചറിയിൽ കൊണ്ടുപോയി. മോർച്ചറിയിൽ കൊണ്ടുപോയതിന് ശേഷം ഈ ശവശരീരത്തിൻ്റെ മേൽ കുത്തിയപ്പോൾ രക്തം വരുന്നില്ല. ശവശരീരത്തിൻ്റെ മേൽ കുത്തിയപ്പോൾ രക്തമില്ല. അപ്പോൾ 2-3-4 ശവശരീരത്തിൻ്റെ മേൽ കുത്തിയിട്ടോ എന്ന് ചോദിച്ചു. സ്നേഹിത, ഇതുകൊണ്ട് നീ എന്താണ് മനസ്സിലാക്കുന്നത്? ശവശരീരത്തിൽ കുത്തിയാൽ രക്തം വരികയില്ല. മനസ്സിലായോ നിനക്ക്? അതെ പറഞ്ഞു, മനസ്സിലായി. എന്നിട്ട് ഇദ്ദേഹത്തിന് കൈയോട് കാണിക്കാൻ പറഞ്ഞു, കുത്തി, അപ്പോൾ രക്തം വരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത്രയും നേരം ഞാൻ വിചാരിച്ചത് ശവത്തെ കുത്തിയാൽ രക്തം വരികയില്ലെന്നാണല്ലോ, വേണ്ട ഇപ്പോൾ കുത്തിയപ്പോൾ രക്തം വരുന്നു. ശവത്തെ കുത്തിയാൽ ഇതുവരെ രക്തം വരികയെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ കയ്യെ കുത്തിയപ്പോൾ രക്തം വരുന്നു, ഞാൻ ശവമല്ലേ? എൻ്റെ പൊന്ന സഹോദരങ്ങളെ, മനുഷ്യരെ ബോധ്യപ്പെടുത്താനായിട്ട് നിർവാഹമൊന്നുമില്ല കേട്ടോ. അവരോട് എന്ത് പറഞ്ഞാലും അവരുടെ മുൻധാരണകളിൽ ഉറച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാനായിട്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ പരിശോധിക്കുവാൻ മനസ്സില്ലാതെ ദൈവത്തെ പരിഹസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും അത്ഭുതകരമായ കാര്യം നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ ഭാഷയിൽ ഇവർ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചപ്പം ചിലർ പറയാടാ ചുമ്മാ കള്ളു കുടിച്ചാടാ, വീഞ്ഞു കുടിച്ചു. ദാറ്റ് ഈസ് ദർ എക്സ്പ്ലനേഷൻ. അവിടെ ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവിന് സാക്ഷികളായി തീരുന്നതിന് വേണ്ടി കർത്താവ് തന്നതാണ്. അതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടണം, മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അതിന് നൽകുന്നതായിരിക്കുന്ന വിശദീകരണമാണ്. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. അവിടെ പത്രോസ് 11 പേരോട് നിൽക്കുന്നു എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. പത്രോസ് 11 എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഔദ്യോഗികമായ സാക്ഷികൾ എന്ന് പറയുന്ന ഈ 12 പേരാണ്. 12 പേരെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. ദൈവം തിരഞ്ഞെടുത്ത ഈ അപ്പോസ്തലന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക ശിഷ്യന്മാരായിരിക്കുന്നതിന് പ്രത്യേക സാക്ഷികളായിത്തീരുന്നതിനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു പ്രത്യേക പദവി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് 12 പേര് പത്രോസ് അവരുടെ വക്താവായിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞ വിശദീകരണം വളരെ ബാലിശമായിരിക്കുന്ന ഒരു വിശദീകരണമാണ്. കള്ളു കുടിച്ചതെന്ന് പറഞ്ഞതിനകത്ത് ഒരു യുക്തിയുമില്ല. കാരണം രാവിലെ 9 മണിയായിട്ടുള്ളൂ. 9 മണിക്കൊക്കെ കള്ളു കുടിക്കുന്ന ചില ബിരുദന്മാരുണ്ട് കേട്ടോ. എന്നാലും ഒരു പൊതുവെ അതൊരു സ്വീകാര്യമായ കാര്യമല്ല. ഇസ്രയേലിലെ യഹൂദന്മാരുടെ മധ്യത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല കേട്ടോ.
വൈകുന്നേരമൊക്കെ ഇച്ചിരി സ്മോൾ അടിച്ചാൽ അതിനകത്തൊരു സുഖമുണ്ട്. ഏതായാലും രാവിലെ എഴുന്നേറ്റ് 9 മണിക്ക് ആരും കള്ളു കുടിക്കൂല. അപ്പോൾ തോമസ് ആൻ്റെ സഹോദരൻ തന്നെ അറിയാം. ഏതായാലും ശരി, 9 മണിക്ക് കള്ളു കുടിക്കുക എന്ന് പറയുന്നത് വളരെ അസാധാരണമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വിശദീകരണം വളരെ ബാലിശമാണ്. അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം കൂടെ പറയാൻ കേട്ടോ. ലോകത്തിൽ ജ്ഞാനികളെന്ന് പറയുന്ന ആളുകൾ ജീവിതത്തിനും ജീവിതത്തിൻ്റെ അർത്ഥത്തിനും മനുഷ്യൻ്റെ ആരംഭത്തിനും ലോകത്തിൻ്റെ നിലനിൽപ്പിനും ഒക്കെ നൽകുന്ന വിശദീകരണങ്ങൾ ബാലിശമായ വിശദീകരണങ്ങളാണ്. റോയ് പോൾ സഹോദരൻ, ലോകം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിച്ചർഡ് ഡോക്കിൻസിനെ പോലെ ആളുകളെന്ന് പറയും ബിഗ് ബാങ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ബിഗ് ബാങ്ങിന് മുമ്പേ എന്തുവായിരുന്നത്. റിച്ചർഡ് ഡോക്കിൻസിനോട് ചോദിച്ചു ബിഗ് ബാങ് ആണ് തുടക്കം. അപ്പോൾ ബിഗ് ബാങ്ങിന് ആ ചോദ്യം എന്നോട് ചോദിക്കാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന്. ആ ചോദ്യം എന്നോട് ചോദിക്കാൻ പ്രതീക്ഷിക്കുന്നത് ഐ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ബിഫോർ ദ ബിഗ് ബാങ്? അങ്ങനെ ചോദിക്കരുതെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ ലക്ഷ്യം, മനുഷ്യൻ എങ്ങനെ ഈ ലോകത്തിൽ വന്നു, അതിനെക്കുറിച്ച് പറയുമല്ലോ. 4 ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എവിടേക്ക് പോകുന്നു, ഞാനിവിടെ ആയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായ ചോദ്യമല്ലേ? അതിന് മനുഷ്യർ തരുന്നതായിരിക്കുന്ന ഉത്തരം എന്താണ്? വാട്ട് ഈസ് ദി ആൻസർ? വളരെ പ്രസിദ്ധനായിരിക്കുന്ന നോബൽ സമ്മാനം കിട്ടിയ ആളുണ്ടല്ലോ, ബെർട്രാൻഡ് റസൽ. അദ്ദേഹം ചോദിച്ചു ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ഊതിക്കളഞ്ഞാൽ പിന്നെ എന്ത് ബാക്കിയുണ്ട്, അത് മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞു. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം ഊതിക്കെടുത്തിയാൽ പിന്നെ എന്താ അല്ല, ആ ജ്വാലയെ സംബന്ധിച്ച് എന്ത് ബാക്കിയുണ്ട്, അതാണ് ജീവിതം. എത്ര പ്രത്യാശാന്തരപരമായ ഒരു ജീവിതത്തിൻ്റെ വാഗ്ദാനമായല്ലേ. ലോകത്തിലെ നോബൽ പ്രൈസ് വാങ്ങിച്ച ബെർട്രാൻഡ് റസലിന് പറയാനുള്ളത്, ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ലൈക്ക് എ ബ്ലോൺ ഔട്ട് ക്യാൻഡിൽ, ദാറ്റ് ഈസ് ദ വേ മാൻ ലിവ്സ് ആൻഡ് ഡൈസ്. മനുഷ്യന് നൽകുന്ന വിശദീകരണങ്ങൾ ഒന്നും തൃപ്തികരമല്ല കേട്ടോ, ഒന്നും തൃപ്തികരമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാത്രമേ ജീവിതത്തെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യപൂർണമായിരിക്കുന്ന ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓൺലി ഗോഡ്സ് വേർഡ് ക്യാൻ ഗിവ് യു ദ റൈറ്റ് ആൻസേഴ്സ് ടു ദ ഡീപ്പസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ആഴമാർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ദൈവത്തിന് മാത്രമേ പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ വിശദീകരണങ്ങളൊക്കെ ബാലിശമാണ്. അതിനുശേഷം പത്രോസ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ആരും ലഹരി പിടിച്ചവരല്ല. പിന്നെയോ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ എന്ന് പറഞ്ഞു. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അവിടെ പെന്തക്കോസ് നാളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം പറഞ്ഞ കാര്യത്തിൻ്റെ നിവൃത്തിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് പത്രോസിൻ്റെ വിശദീകരണം. അപ്പോൾ യോവേൽ പ്രവാചകൻ എന്താ പറഞ്ഞത്? യോവേൽ പ്രവാചകൻ പറഞ്ഞത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കർത്താവായ ദൈവം പഴയ നിയമകാലത്ത് വാഗ്ദാനം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അന്ത്യകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ആ അന്ത്യകാലത്ത് ഞാൻ അത്ഭുതകരമായ ചില കാര്യങ്ങൾ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ പോവുകയാണ് എന്ന വാഗ്ദാനം പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. കാരണം ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഒക്കെ ആഗ്രഹിച്ചു എന്നുള്ളത് ഒരു ചില ഇൻവെർട്ടർ കോമാസിൽ പറയണം. അതൊക്കെ പരാജയപ്പെട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്ത് ദൈവത്തിന് ന്യായവിധിക്ക് വിധേയരായി അവർ പ്രവാസത്തിലേക്ക് പോയി കേട്ടോ. ദേ വർ ഇൻ ബാബിലോൺ. അവർ പ്രവാസത്തിൽ ചെന്നു. അവർ കേട്ടിട്ടില്ലാത്ത ഭാഷകൾ കേട്ടു. അവരറിയാത്ത ദൈവങ്ങളെ അവർ ആരാധിച്ചു. അങ്ങനെ ദുരിതപൂർണമായൊരു സ്ഥിതിയിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അന്തം ഇതല്ല കേട്ടോ. നിങ്ങൾക്ക് വിലയേറിയൊരു പ്രത്യാശ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസത്തെയാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്ന ആ പ്രയോഗതാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി അവനെ നിത്യമായി രക്ഷിച്ചൊരു പുതിയ ആരംഭം കുറിക്കുന്നതിന് വേണ്ടിയാണ്. ആ കാലഘട്ടത്തെയാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതിന് ശേഷമുള്ള കാലമല്ല അന്ത്യകാലമാകട്ടോ.
എബ്രായ ലേഖനകാരൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് അന്ത്യകാലമാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാടിയുടെ ഏറ്റവും പ്രാധാന്യം, ദ ഫൈനൽ കലാശക്കൊട്ടെന്ന് പറയില്ലേ, അത് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ പരിപാടിയുടെ പൂർത്തീകരണമായി ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ നിവൃത്തിയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരിക്കുന്ന അന്ത്യകാലം ദൈവം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെയാണ് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ആരംഭം നമുക്കറിയാം. എന്നാൽ സ്പെസിഫിക്കലി സ്പീക്കിംഗ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുതിയ പരിപാടി ആരംഭിക്കുന്നതും പെന്തക്കോസ്ത് നാളിലാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ഈ പുതിയ പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. അവിടെയാണ് കർത്താവ് പണ്ട് കാലത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കിയ കാലത്ത് ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെയുള്ള ഒരു ഉടമ്പടിയല്ല. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളെ ഞാൻ രൂപാന്തരപ്പെടുത്തും. അപ്പൻ മകനോടും മകൻ അപ്പനോടും ഇനി ദൈവത്തെ അനുസരിക്കാമെന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ സ്വയമേവ ഹൃദയം രൂപാന്തരപ്പെട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കും. ആ ഒരു കാലഘട്ടം വരുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ പറയട്ടെ, നമ്മളെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ അനുസരണത്തിൻ്റെ കരുത്തുമൊന്നുമല്ല, പിന്നെയോ നമ്മളെ രൂപാന്തരപ്പെടുത്തി നമുക്കൊരു പുതിയ ഹൃദയം തന്ന് നമ്മളെ വ്യത്യാസപ്പെടുത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ അനുസരിക്കുവാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന ഒരു പുതിയ പരിപാടി കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം പെന്തക്കോസ്ത് നാളിലാണ് എന്നതാണ് അപ്പസ്തലനായ പത്രോസ് പറയുന്നത്. ഇത് അന്ത്യകാലമാകുന്നു, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ദിവസങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മനുഷ്യൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നിർവഹിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ച ആ സുവർണ അവസരം വന്നിരിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെയുള്ള സഹോദരന്മാരോട് ഞാൻ പറയാം, ഈ ലോകത്തിലെ ഒരു പാർട്ടിക്കും മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം വരുത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. ഈ ലോകത്തുള്ള ഒരു പ്രസ്ഥാനത്തിനും സാധിക്കില്ല, ഒരു പരിപാടിക്കും കഴിയുകയില്ല. ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം വരുത്തുന്ന ആത്യന്തിക വിജയത്തിന് മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറെ ഒരു വഴിയുമില്ല. ആ കാര്യം നമുക്ക് ബോധ്യമാകണം കേട്ടോ. അല്പമുള്ള കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും എനിക്ക് സംശയമില്ല. എന്നാൽ ആത്യന്തികമായി നമ്മുടെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ഈ ലോകത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നതാണ് യുട്ടോപ്പിയ. അതെവിടെയാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? സമത്വ സുന്ദരമായിരിക്കുന്ന ലോകം, പ്രശ്നരഹിതമായിരിക്കുന്ന ലോകം, അനീതിയും അക്രമവും ഇല്ലാത്ത ലോകം. അത് ഏത് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കുന്നത്? അത് ലോകത്തിലുള്ള ഒരു പരിപാടി കൊണ്ട് സാധിക്കില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്യാൻ പോകുന്ന പരിപാടിയാണ്. അതിന് തുടക്കമാണ്. അപ്പോസ്തലൻ പത്രോസ് പറയുമ്പോൾ പറഞ്ഞു, ആ അന്ത്യനാൾ ദൈവം പ്രവർത്തിക്കുവാൻ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതകരമായ സംഭവത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളാണ്. The day has come in which God has come directly to shake us up, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, വ്യതിയാനപ്പെടുത്താനായിട്ട് ദൈവം ഇറങ്ങി വന്ന ആ അത്ഭുതകരമായ ആ കാലഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിക്കുന്നത് എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയാം. അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ഈ അന്ത്യകാലം എന്ന് പറയുന്ന കാലത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ആ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയായിട്ട് ആദ്യമേ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറയുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പഴയ നിയമത്തിൽ നമുക്ക് കാണാം കേട്ടോ. പ്രവാചകന്മാരെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയത്, അവർക്ക് വചനം നൽകിയത്, രാജാക്കന്മാരെ പ്രത്യേകമായി സഹായിച്ചത്, പുരോഹിതന്മാരെ സഹായിച്ചതൊക്കെ കാണാൻ പറ്റും. എന്നാൽ സകല ജഡത്തിൻ്റെ മേലും
സകല ജഡമെന്ന് പറഞ്ഞ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും അല്ല കേട്ടോ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. പുതിയ നിയമസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുക എന്ന് പറയുന്ന ക്രമീകരണമാണ്. അതിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇഫ് യു ആർ എ ബോൺ അഗെയിൻ ബിലീവർ യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ട് എന്നത് പുതിയ നിയമത്തിൻ്റെ അത്ഭുതകരമായ ക്രമീകരണമാണ്. സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനോട് ജീവിക്കാൻ പറ്റുമോ? പറ്റുമെന്നേ. എൻ്റെ കാര്യം എന്താ? ഞാൻ നല്ല തീരുമാനശേഷിയുള്ള ആളാണ് അല്ലെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം തൻ്റെ മഹാകാരുണ്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ്. ഐ ക്യാൻ ലിവ് ബിക്കോസ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ത്രൂ ഹിസ് സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ആ യാഥാർത്ഥ്യമാണ് ജീവിതത്തെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും ലോകത്തെയും എല്ലാം നേരിടുവാൻ എന്നെ പ്രാപ്തനാക്കുന്നത്. അതാണ് ഭാവിയെക്കുറിച്ച് നോക്കുമ്പോൾ ഭയപ്പെടാതിരിക്കാനുള്ള കാരണം. ക്രൈസ്റ്റ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ മൈ ഹാർട്ട് ത്രൂ ഹിസ് സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന കാര്യമാണ്. ദാറ്റ് ഈസ് വാട്ട് എംബോൾഡൻസ് മീ. ദാറ്റ് ഈസ് ദ ബ്ലെസ്സിങ്. അതാണ് പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നതാണ്. ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞു. വി ഹാവ് ദ ഹോളി സ്പിരിറ്റ്. ഒരു വ്യത്യാസമില്ല കേട്ടോ. പുരോഹിതനെന്നും പുരോഹിതനല്ലാത്ത ഐമേനി എന്ന് പറയുന്നൊരു വ്യത്യാസം പുതിയ നിയമസഭയിലില്ല. ഞാൻ ഐമേനി, നിങ്ങളെ തിരുമേനി. അങ്ങനെ മേനികളൊന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ തുല്യരാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകി. ദാസന്മാരും ദാസിമാരും ബാലന്മാരും വൃദ്ധന്മാരും എല്ലാവർക്കും ഒരുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ പരിപാടി ആരംഭിക്കുന്നത് ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവം ആരംഭിച്ച ഈ പുതിയ ക്രമീകരണത്തിൻ്റെ ഭാഗമാണ്. ദൈവസഭയുടെ അനുഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യം. ആളുകൾ, രക്ഷിക്കപ്പെട്ട ആളുകൾ തന്നെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? അവർ പറയും, ചില ആളുകൾ പറയും അന്യഭാഷ പറയാത്തവരൊന്നും പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയും. ഇവിടെ അപ്പസ്തലനായ പത്രോസിൻ്റെ പ്രസംഗത്തിൽ അന്യഭാഷയെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല കേട്ടോ. അന്യഭാഷയെക്കുറിച്ച് ഒരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന അത്ഭുതകരമായ ക്രമീകരണം ആരംഭിച്ചിരിക്കുന്നു എന്ന സത്യമാണ് അപ്പസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നത്. എ ന്യൂ ഡേ is begin and the Holy Spirit is available to all who believe. വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭ്യമാണ്. ആ കാര്യമാണ് അപ്പസ്തലനായ പത്രോസ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, എല്ലാവർക്കും, നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും യജമാനന്മാരും ബലഹീനരും എല്ലാ ആൾക്കാർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടും. ചെറുപ്പക്കാർക്കും കിട്ടും, വല്യപ്പന്മാർക്കും കിട്ടും. എന്തിനാ? അപ്പം ആശിഷൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവുള്ള ആളാണ്, പരിശുദ്ധാത്മാവുള്ള ആളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവ്. എന്തൊരു അത്ഭുതകരമായ ക്രമീകരണമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രവചിക്കുമെന്ന് പറഞ്ഞു. പ്രവചിക്കുക മാത്രമല്ല കേട്ടോ, പിന്നെ ഇതൊക്കെ ചെയ്യും. അന്യഭാഷ പറയുമെന്ന് പറഞ്ഞിട്ടില്ല. പത്രോസ് പറഞ്ഞില്ല, അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ പറഞ്ഞില്ല. അന്യഭാഷ പറയുമെന്ന് പറഞ്ഞു. അന്യഭാഷ പറയുന്ന കുഴപ്പമൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നാൽ അങ്ങനെ അന്യഭാഷ പറയുമെന്ന് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും.
പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിച്ച് അത് മറ്റുള്ളവരോട് പറയാനുള്ളതായിരിക്കുന്ന ക്രമീകരണമാണ്. പ്രവചനത്തിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. പഴയ നിയമമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി അറിയാം. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സ്വപ്നം പോലെയല്ല, ദൈവം കൊടുക്കുന്ന സ്വപ്നമാകും കേട്ടോ. ഫറവോനൊരു സ്വപ്നം കിട്ടി. എന്നിട്ട് യോസേഫിനോട് ചോദിച്ചു, ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആ സ്വപ്നത്തിൻ്റെ അർത്ഥമൊക്കെ അതെന്ന് പറയാൻ പറ്റും കേട്ടോ. ദാനിയേൽ പ്രവാചകനെ നോക്കുക, സ്വപ്നം കാണുക എന്ന് പറയുന്നത്, അല്ല ദൈവം സ്വപ്നങ്ങളിൽ കൂടെ സംസാരിക്കുക എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് ദൈവം കൊടുത്ത ഒരു പ്രത്യേക അനുഗ്രഹമാണ്. സാധാരണക്കാരൊന്നും അങ്ങനെ സ്വപ്നം കാണൂല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴും നിങ്ങളെല്ലാവർക്കും സ്വപ്നമാണ്. എല്ലാവരോടും ദൈവം സംസാരിക്കുന്ന, എല്ലാവർക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നൽകിയിരിക്കുന്ന, ദൈവവുമായുള്ള ബന്ധം എല്ലാവർക്കും സാധ്യമായിരിക്കുന്ന, ദൈവത്തിനു വേണ്ടി സംസാരിക്കുവാനുള്ള അനുവാദം എല്ലാവർക്കും കൊടുക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു പുതിയ ക്രമീകരണമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ചില ആളുകൾ മാത്രം എഴുന്നേറ്റ് എന്ന് പറയാം, എനിക്ക് അൽമോണ്ട് കിട്ടോ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക് വരെ ഞാൻ കൈ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന്. ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്തിനാ? എനിക്ക് കർത്താവ് നേരിട്ട് തന്നതാണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നത് എന്തിനാ? അതുകൊണ്ട് സഭയിലുള്ള ശുശ്രൂഷകൾ പ്രത്യേകതയില്ല എന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ ദർ ഈസ് എ ഡെമോക്രസി, അല്ലേ? എല്ലാവർക്കും തുല്യത എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ ഒരു തുല്യത ദൈവത്തിൻ്റെ സഭയിലുണ്ട്. എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്, എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ദൈവത്തിന് മുൻപാകെ തുല്യരാണ് എന്നൊക്കെ പറയുന്ന അത്ഭുതകരമായ ആ ഐക്യത ദൈവസഭയുടെ പ്രത്യേകതയാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളിയെ. ഇപ്പോൾ വയലും ഇല്ല, കൊയ്ത്തുമില്ല, എല്ലാം ശരിയായി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, തുല്യത വരുത്താനായിട്ട് മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. അതിനെക്കുറിച്ച് ആരാ പറഞ്ഞത്? ഓൾ പീപ്പിൾ ആർ ഈക്വൽ ബട്ട് സം പീപ്പിൾ ആർ മോർ ഈക്വൽ എന്ന് പറഞ്ഞില്ലേ? എല്ലാവരും തുല്യനാണ്, പക്ഷേ ചിലർ കൂടുതൽ തുല്യത. ഇല്ലയോ ഫിലിപ്പ് സഹോദരാ? ഇല്ലയോ? എൻ്റെ പൊന്നെ, തുല്യതയാണ്. അതൊന്നും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ച് നമ്മളെ ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുത്തി ദൈവത്തോടുള്ള ബന്ധം നമുക്ക് തന്ന്, നീ എൻ്റെ മകനാണ് മകളാണെന്ന് പറയുന്ന ആ അനുഭവം എൻ്റെ പൊന്നു സഹോദരങ്ങളെ എത്ര വിപ്ലവകരമായിരിക്കുന്ന കാര്യമെന്നറിയാമോ? യു ക്യാൻ കം ടു ഗോഡ് ആസ് എ ഫാദർ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ യാതൊരു പ്രതിബന്ധവുമില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തോടുള്ള ബന്ധം നമുക്കെല്ലാവർക്കും തുല്യമായിട്ട് തന്ന് നമ്മളെ ദൈവമക്കളാക്കി തരുന്നു. അവിടെയാണ് തുല്യത എന്ന് പറയുന്നത്, അവിടെയാണ് ഐക്യത, അവിടെയാണ് ഏകത എന്ന് പറയും. നമ്മളതെല്ലാം ഒന്നും അനുഭവിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ക്രിസ്തീയ വിശ്വാസം വിപ്ലവകരമായ വിശ്വാസമാണ്. ക്രിസ്തീയ വിശ്വാസം അത്ഭുതകരമായ വിശ്വാസമാണ്. അത് മനുഷ്യൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അതിനെ വിരൂപമാക്കിയ പ്രസംഗകരും അങ്ങനെയുള്ള ആൾക്കാരുമാണ് പ്രശ്നക്കാർ. നമ്മൾ ബൈബിളിലേക്ക് മടങ്ങി വരണം, യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശ്വാസികളായിട്ട് ദൈവകൃപയിൽ ജീവിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് മൂന്നാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകലത്തിനും ആത്മാവിന് എന്നിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ വലുതും അത്ഭുത പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം ഏവനും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്ത്യകാലത്തിനൊരു അന്ത്യകാലമുണ്ട് കേട്ടോ. അന്ത്യകാലത്തിനൊരു അന്ത്യകാലമുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാം, യോവേൽ പ്രവചനത്തിൽ നിന്ന് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ എല്ലാ കാര്യവും പെന്തക്കോസ്ത് നാളിൽ പൂർത്തീകരിക്കപ്പെട്ടില്ല. യോവേൽ പ്രവചനത്തിൽ നിന്ന് പത്രോസ് പറഞ്ഞ കാര്യം എല്ലാം പെന്തക്കോസ്ത് നാളിൽ പൂർത്തീകരിച്ചില്ല. സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും അങ്ങനെയൊന്നും തീർന്നില്ല കേട്ടോ, അങ്ങനെ തീർന്നില്ല. അവിടെ പ്രവചനം എല്ലാം ഉദ്ധരിച്ചെങ്കിലും അതിൽ പ്രധാന ഭാഗം പൂർത്തിയായി. രണ്ടാമതൊരു ഭാഗം പൂർത്തിയാക്കാനായിട്ട് ബാക്കിയുണ്ട്. അതാണ് അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദിവസമാണ്. ദൈവം ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ പരിഹരിച്ച് ദുഷ്ടന് ന്യായവിധിയും ദൈവത്തെ കണ്ടെത്തിയ ദൈവഭക്തന്മാർക്ക് നിത്യമായ ആനന്ദവും പകരുന്ന ഒരു ആത്യന്തികമായ ദിവസമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നതാണ്. കർത്താവ് വരും. ഇന്ന് വർത്തമാനകാലത്ത് നാം ജീവിക്കുന്നത് യേശുക്രിസ്തു ഒന്നാമത് വന്ന് സ്വർഗാരോഹണം ചെയ്ത ആ കാലഘട്ടവും ഇനിയും
ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ താൻ പോയതുപോലെ തന്നെ അവൻ മടങ്ങി വരും എന്ന് പറയുന്ന ആ പ്രതീക്ഷയുടെ ആ ദിവസവും ആ ഒരു ഇൻ്റർവെലാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് വരും. നിങ്ങൾക്ക് നേരിട്ട് പറയാം, നമ്മുടെ കർത്താവ് വരും. അവൻ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളെയും എന്നേക്കുമായി പരിഹരിക്കുന്നതിന് വേണ്ടി, ലോകത്തിൽ നീതിയോടെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി, ഈ പ്രശ്നമെല്ലാം പരിഹരിച്ച് സ്വർഗം ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എൻ്റെ കർത്താവ് വരും എന്നുള്ള വാഗ്ദാനമാണ് ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ എന്നോട് പറയുന്നത്. അന്ത്യകാലത്തിനൊരു അന്ത്യകാലമുണ്ട്. ആ അവസരത്തിൽ ദൈവം സകല പ്രശ്നങ്ങളെയും പരിഹരിച്ച് സകലത്തിനും സമാപ്തി വരുത്തി ദൈവത്തിൻ്റെ പരിപാടി 100% ഈ ഭൂമിയിൽ നമ്മളുടെ ഇടയിൽ പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കുന്ന പ്രത്യാശ. അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലത്തിൽ ദൈവം അത് ചെയ്യും. ആ കാലഘട്ടത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു. കൃപയുടെ വാതിലുകൾ അടയുവാനുള്ള കാലം ഏറ്റവും അടുത്തിരിക്കുന്നു. നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ച് നിങ്ങൾക്കിതിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ആ കേണപേക്ഷയുമായി നോഹ ആ പെട്ടകത്തിൽ നിൽക്കുന്നൊരു കാലമുണ്ടായിരുന്നു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ വരുമോ? നിങ്ങളെ നേരിടുവാൻ പോകുന്ന ഈ മഹാപ്രളയത്തിൽ രക്ഷപ്പെടുവാൻ നിങ്ങൾ ഈ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന് ചോദിച്ച് കരഞ്ഞ് അവരോട് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം വാതിലുകൾ അടഞ്ഞു കേട്ടോ. വാതിലുകൾ അടഞ്ഞു. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോയി. മഹാപ്രളയം ലോകത്തിൽ വന്നു. അന്നേരം ആൾക്കാർ നോഹ വാതിലും തുറന്ന് അവിടെ നിൽക്കുകയായിരുന്നു ഓടിച്ചെന്നതിനെ കേട്ടോ. പക്ഷെ കാലം കഴിഞ്ഞു പോയി കേട്ടോ. കാലം കഴിഞ്ഞു പോയി. കർത്താവ് ഇന്ന് വർത്തമാനകാലത്ത് യേശുക്രിസ്തുവിനെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന മനോഹരമായിരിക്കുന്ന ആ സന്ദേശവുമായിട്ട് ഇന്ന് ലോകത്തിൽ ദൈവമക്കളെ ആ സന്ദേശം പറയാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറയുന്ന സന്ദേശമാണ് ഇന്ന് വർത്തമാനകാലത്തിൻ്റെ സന്ദേശം. ഇത് സുപ്രസാദ കാലമാണ്. ഇത് രക്ഷാ ദിവസമാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടകത്തിലേക്ക് പ്രവേശിക്കാം. ഈ പ്രളയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകുകയില്ല. ദൈവത്തിൻ്റെ മഹാ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നിങ്ങൾക്ക് നിത്യമായി കർത്താവിനോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കും. വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്നു. പ്രവേശിക്കുക, കടന്നു വരിക എന്ന ആഹ്വാനമാണ് ദൈവം തൻ്റെ വചനത്തിലൂടെ തൻ്റെ ഭക്തന്മാരിലൂടെ നമ്മളോടെല്ലാവരോടും പറയുന്നത്. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാദിവസമാകുന്നു. എന്നാൽ കാര്യങ്ങൾ അതിഭയാനകമായ രീതിയിൽ മാറിപ്പോകും. ദൈവം പറഞ്ഞത് ദൈവം പൂർണ്ണമായി നിവർത്തിക്കും. ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താൻ തന്ന കൃപയനുസരിച്ച് നാം സാക്ഷികളായിരിക്കാൻ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നു. ഇത് രക്ഷാകാലമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള അവസരമാണ്. ദൈവം തന്ന കൃപകളെ അവന് നാം മുഹൂർത്തത്തിനായി ഉപയോഗിക്കുവാനുള്ള അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എങ്ങനെ ഫലപ്രദമായി സാക്ഷികളായി തീരുവാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കർത്താവ് ഈ ലോകത്തിലേക്ക് അയച്ചത് ഒരു പുതിയ പരിപാടി, അന്ത്യകാലത്തിൻ്റെ തുടക്കം, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ പൂർത്തീകരണം, ആ കാലഘട്ടത്തിൻ്റെ ഉദ്ഘാടനമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. മൂന്നാമത്, ഇനിയും ഇത് പൂർത്തീകരിക്കാൻ പോകുന്നൊരു ദിവസമുണ്ട്, അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലം. അന്ന് എല്ലാം കർത്താവ് നേരെയാക്കും. എന്നാൽ ഈ വർത്തമാനകാലം ഇന്ന് സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാനുള്ള കാലമാണ്. രക്ഷിക്കപ്പെടുന്ന അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എത്ര അത്ഭുതകരമായ വാഗ്ദാനമാണെന്നറിയാമോ? രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാര്യം എന്താ കാര്യം? മനസ്സിലാഞ്ഞിട്ട് അല്ല. എന്താ കർത്താവ് പറഞ്ഞ് നിങ്ങൾ വരാൻ പറഞ്ഞു. ആര് വന്നാലും ഏവനും എന്ന് പറയുന്ന പ്രസ്താവനയാണ്. രക്ഷിക്കപ്പെടും. ഞാൻ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടുന്ന കാര്യം എന്തുവാ? വരത്തില്ല. എന്തോ ഭയങ്കരമാണെന്ന് പറയാം. നോഹയുടെ പ്രസ്താവന ഒരു പ്രാവശ്യം കൂടെ അവസാനിപ്പിക്കാം. ഈ പട്ടണത്തിൽ കയറാത്തതിൻ്റെ കാര്യം എന്താ?
തുറന്ന് വെച്ച് വിളിക്കുമോ, എൻ്റെ പൊന്നുമോനെ ഇങ്ങോട്ട് വാ. വരത്തില്ല. എന്താ വരാത്തെ? മനസ്സിൽ നിന്ന്. കാലം വ്യത്യാസപ്പെടും കേട്ടോ. നിങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ നിത്യമായി ദുഃഖിക്കുന്നൊരു കാലം വരെയുണ്ട്. ഇന്ന് സുപ്രസാദ കാലം, ഇത് രക്ഷാദിവസം. കർത്താവിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിറവിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.